ഹലോ ഗായ്സ്, എൻ്റെ പേര് കാർത്തിക്. നമ്മുടെ ലെറ്റ്സ് പ്ലേ സീരീസിൻ്റെ 7ാമത്തെ എപ്പിസോഡിലോട്ട് സ്വാഗതം. അപ്പോൾ ഗായ്സ്, ഞാനൊരു ബ്രീഡർ ഉണ്ടാക്കുകയാണ്. ഇന്നലെ എന്താണ് വീഡിയോ ഇടാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്നലെ എൻ്റെ വീട്ടിൽ സ്ഥലത്തൊക്കെ നല്ല ഇടിവെട്ട് മഴയായിരുന്നു. അതുകൊണ്ട് വീഡിയോ ഇടാൻ പറ്റിയില്ല. ഞാനിവിടെ FK കുറച്ച് നേരം FK നിന്നു. അപ്പോൾ 2 സ്റ്റേക്കും 1 ക്യാരറ്റും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ സമയം കളയാതെ നമുക്ക് വീഡിയോയിലോട്ട് കൊടുക്കാം. വീഡിയോ കാണുന്ന എല്ലാ മച്ചന്മാരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കൂട്ടുകാരെ. ഗൈസ്, ഞാൻ കാണിച്ചു തരാം. ഇത് ഇവിടെ പെട്ടി തുറന്ന് നോക്കിയേ. 2 സ്റ്റേക്ക് 1 ക്യാരറ്റ് ഒന്നുണ്ട്. ഇനി നാളത്തെ എപ്പിസോഡിൽ ഞാൻ കൊള്ളം ക്യാരറ്റ് ഉണ്ടാക്കും. റീഡ് ഉണ്ടാക്കല്ലോ. റിസോഴ്സൊക്കെ ഞാൻ കളക്ട് ചെയ്തിട്ടുണ്ട്. ബേസ് കഴിക്കുന്നുണ്ട്. ഇവിടെ പാരലിൽ വെച്ചിട്ട് ഞാൻ ബേസ് എത്തിയിട്ട് കാണാം ഗൈസ്. ഇതാ ഇവിടെ വീട്ടിലൊന്ന് ഞാൻ കുറച്ച് സ്കെലിറ്റനൊക്കെ കൊന്നു. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബോണ് കളക്ട് ചെയ്തിട്ട് നമ്മളെ ബോൺ വീൽ ഉണ്ടാക്കാം. എൻ്റെ ആകെ ക്യാരറ്റുള്ളൂ. ക്യാരറ്റ് ബോൺ വീൽ ചെയ്തിട്ടാണ് കുറച്ച് ക്യാരറ്റുകളൊക്കെ. ഇതൊന്ന് ബോൺ വീൽ ചെയ്തിട്ട് കാണാം ഗൈസ്. ഇതാണ് എൻ്റെ സെൻറ്റർ വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമ്മളെ ക്യാരറ്റ് ബോൺ ഉണ്ടാക്കുമ്പോൾ 4 ആക്കും. 1 2 3 4 1 2 3 4 1 2 3 4. ഈ ചുറ്റും നമ്മൾ അങ്ങനെ ഇത് ചെയ്യുക, ടിൽറ്റ് ചെയ്യുക. കൊള്ളം ചെയ്തിട്ട് കാണാം ഗൈസ്. മുഴുവൻ ടിൽറ്റ് ചെയ്തിട്ട് നമ്മളെ കൊണ്ടുവന്ന ബ്ലോക്ക് ഇതിട്ട് മൊത്തമായിട്ട് ബ്രിഡ്ജ് ചെയ്യാവേ. 2 ബ്ലോക്കിൽ ഞാൻ ഇവിടെ ഇതിൻ്റെ മുകളിൽ കൂടെ തന്നെ വരാനില്ലെങ്കിൽ 3 ബ്ലോക്ക് വെച്ചു. ഇതിൻ്റെ ചുറ്റും വെച്ചിട്ട് കാണാം ഗൈസ്. ഇതുപോലെ വെച്ചതിൻ്റെ ശേഷം അടക്കമുള്ള ക്യാരറ്റ് ഒരു 10 ബാക്കി വെച്ചിട്ട് ഫുള്ള് നടാം. 10 വേണ്ട, കുറച്ച് നട്ടാൽ മതി. 2 കാര്യമില്ല. കുറച്ച് വെറുതെ ഇങ്ങനെ ഇറക്കി ഇങ്ങനെ നട്ടുവച്ചാൽ മതി. വെറുതെ നട്ടുവച്ചാൽ മതി. അതിലൊക്കെ അവർക്ക് കൊടുത്ത് 10 കൊടുത്താൽ മതി. കുറച്ചധികമൊക്കെ നട്ടോ കുഴപ്പമൊന്നുമില്ല. ഇപ്പം 2 എപ്പിസോഡ് ഇത് കുറച്ച് എപ്പിസോഡ് നിൽക്കും. 2 കൊല്ലം പിന്നെ വിതറിനെ കൊന്നിട്ടില്ല. പറഞ്ഞു പറഞ്ഞു ക്യാരറ്റ് തീരുന്നു. ക്യാരറ്റ് പിച്ചിട്ട് കാണാം. എല്ലാതൊന്ന് സെറ്റാക്കട്ടെ. ബോൺ വീല് ചെയ്ത് 1 സ്റ്റേക്ക് കയറട്ടെ. നമുക്ക് ഈ ഐറ്റംസ് എടുക്കാം. ഞാത്തടുത്ത് ഇങ്ങനൊന്നുമില്ല. പിന്നെ ആദ്യം നമുക്ക് ആ ക്യാരറ്റ് ഫാമിൻ്റെ അടുത്ത് പോകണം. ഞാൻ ക്യാരറ്റ് ഫാമിന് ക്യാരറ്റ് എടുക്കാൻ വിചാരിച്ച് പിന്നെ വേണ്ടെന്ന് കരുതി. ഈ ക്യാരറ്റ് ഫാമിൽ നിന്നൊരു 100 ബ്ലോക്ക് അപ്പുറത്ത് വേണം ഉണ്ടാക്കാൻ. അപ്പോൾ ഗൈസ്, നാളെയാണ് വിഷു. എല്ലാവർക്കും അഡ്വാൻസ്ഡ് ഹാപ്പി വിഷു. നാളെ ചിലപ്പോൾ വീഡിയോ വരുള്ളൂ ഗൈസ്. നാളെ ചിലപ്പോൾ വീഡിയോ വരുള്ളൂ. നാളെ വിഷു വരുന്നുണ്ട്. ചിലപ്പോൾ ഇവിടെ വരുള്ളൂ. ഇവിടെ നിന്ന് ഒരു 100 ബ്ലോക്കല്ലേ. ഇവിടെ നിന്ന് അങ്ങോട്ട് പോവാം. 102 202 പോവാം. 102 202 പോവാം.
72 ഇവിടെ ഷെയർ പോലെ ഉണ്ട്. 202 202 പക്ഷെ ഇവിടെ അതൊരു അല്ലെങ്കിൽ ഇവിടെ തന്നെ ഉണ്ടാക്കേണ്ടി വരും. ഇവിടെ നിന്ന് ഡേറ്റ് ആക്കിയിട്ട് കാണാം ഗൈസ്. ഇദ്ദേഹം കുറച്ചധികം പണി ചെയ്തു. റെക്കോർഡ് ഓണാക്കാൻ പറഞ്ഞു. എന്നുവെച്ചാൽ ഇവിടെ ചുറ്റും സ്ലാബ് ഇട്ടു. പിന്നെ ഇവിടെ 4 ബെഡ് വെച്ചിട്ടുണ്ട്. 2 ബെഡ് ആ വില്ലേജസിന്, പിന്നെ 2 ബെഡ് ഉണ്ടാവണം കുട്ടികൾക്ക്. ഇത് ഒന്നെങ്കിൽ ഇങ്ങനെ കുറേ ബെഡ് വയ്ക്കുക, അല്ലെങ്കിൽ നെതറിക്ക് കൊണ്ടുപോയാൽ മതി. നെതറിക്ക് കൊണ്ടുപോകണതാണ് എളുപ്പം. പിന്നെ ഇവിടെ കിടന്ന് ലാഗ് അടിച്ച് കുറേ ആകുമ്പോൾ അവരെന്നെ ചത്തുപോകും. എന്നിട്ട് നെതറിക്ക് കൊണ്ടിടാം. നാളത്തെ എപ്പിസോഡിൽ നെതറിക്ക് കൊണ്ടിടാൻ നോക്കട്ടെ. എവിടെ വെച്ചിട്ടുണ്ട്, എവിടേക്ക് സോംബി വരാതിരിക്കാന്ന്. പിന്നെ ഈ 2 ബ്ലോക്കാണ് മെയിൻ ബ്ലോക്കാണ്. ഇവിടെ ഒരിക്കലും നമ്മുടെ സൈഡ് നട്ട് വയ്ക്കരുത്. നട്ട് കഴിഞ്ഞാൽ ബേബി വില്ലേജിൽ കൊണ്ട് കിടക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ മാത്രമേ ഒരു ഡൗട്ടുള്ളൂ. ഇവിടെ മാത്രമേ ഡൗട്ടുള്ളൂ. അത് കയറാൻ പറ്റില്ല. വില്ലേജസിന് കയറാൻ പറ്റുള്ളൂ നോക്കിയിട്ടില്ല. ഇത് എൻ്റെ ഒരു പറ്റെന്ന് തോന്നുന്നു. ഇങ്ങനെയല്ല വെക്കേണ്ടത്. ഇവിടെ അങ്ങനെയല്ലേ ഇങ്ങനെയൊക്കെ ഉണ്ട്. ഇങ്ങനെയല്ല വെക്കേണ്ടത്. ബേബി വില്ലേജിന് മാത്രം ഞാനൊരു ക്രിയേറ്റീവ് വേൾഡിലല്ലേ ഉണ്ടായ നോക്കട്ടെ. ഹലോ ഗൈസ്, ഞാനത് കണ്ടുപിടിച്ചു. എന്താന്ന് വെച്ചാൽ നമ്മുടെ അപ്പുറത്തുനിന്ന് കൊണ്ട് പിടിക്കും ലാപ്ടോപ്പിലൊക്കെ. എന്നാണത് കറക്റ്റുള്ളൂ. അപ്പോൾ രാത്രിയായി ഞാൻ പുറത്തിറങ്ങിയിട്ട് ഇനി 2 വില്ലേജസിനെ ഇത് കൊണ്ട് വന്നിട്ട് നമുക്കിനി കാണാം ഗൈസ്. വില്ലേജസിനെ കൊണ്ടുപോയിട്ട് മുന്നേ തന്നെ ഈ കമ്പോസ്റ്റർ വയ്ക്കണം. എല്ലാം അപ്പം തന്നെ വരാവും. എന്നിട്ട് നമുക്ക് കുറച്ച് ബ്ലോക്ക് വെച്ചിട്ട് നമ്മുടെ ലൈഫ്നിങ് റോഡ് വെക്കാൻ നല്ലതായിരിക്കും. അപ്പോൾ നമ്മൾ തണ്ടർ സ്റ്റോം വരുമ്പോൾ അത് അതിനുണ്ടാ തണ്ടർ സ്റ്റോം അടിക്കുമ്പോൾ അന്നേരം അത് ലൈഫ്നിങ് റോഡ് നമുക്ക് അടിക്കാറുള്ളൂ. അല്ലെങ്കിൽ വില്ലേജസിൻ്റെ മീത്ത് അടിച്ച ഒരു വിച്ചുകളാവും. അപ്പോൾ നമുക്ക് 2 വില്ലേജസിനെ കൊണ്ടിട്ടിട്ട് കാണാം ഗൈസ്. ഹലോ ഗൈസ്, കുറച്ച് കഴിഞ്ഞ് രക്ഷപ്പെട്ട് അവിടെ എവിടെയോ പൊളിച്ച് വില്ലേജസിനെ കൊണ്ടുവന്നു. അങ്ങനെ ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. വേറെ ബ്രീഡാണ് കൊണ്ടോള്. ഇപ്പോൾ ബ്രീഡാകും നമുക്ക് കിടക്കാം. ഉണ്ട് പൊടിച്ച് അവിടെ ഇതും പൊടിച്ചു ഇതെങ്ങനെ വയ്ക്കുമ്പോൾ ഇവിടെ അങ്ങനെ വയ്ക്കാൻ പറ്റില്ലേ. ഒരു മിനിറ്റ് വെച്ചിട്ട് പിന്നെ കയറി എന്നിട്ട് ഇടാക്കും. ഇപ്പോൾ തെറ്റായി. പിന്നെ ഒരു ബ്രീഡാണോ നോക്കിയിട്ട് ഇവിടെ കുറച്ച് ഒരുപാട് നിൽക്കുന്നതായിട്ട് മാർക്ക് ചിലപ്പം ബ്രീഡാകുമായിരിക്കും. ബ്രീഡാണെങ്കിൽ വെള്ളത്തിൻ്റെ അടിയിൽ കൂടെ പോയി
വെള്ളത്തിൽ അവിടെ നിർത്തിണ്ട് അവിടെ താഴോട്ട് വരച്ചിട്ടുണ്ട്. ഇവിടെയാണെങ്കിൽ വിഷുവിൻ്റെ പടക്കം പൊട്ടിക്കലാണ്. ഇതിനും ബ്രീഡാവോ? ക്യാരറ്റ് നിൽക്കണേ ഒരു സ്റ്റേക്കിൻ്റെ അടുത്തൊക്കെ ക്യാരറ്റ് കിട്ടും. എന്തോന്നാലും അവിടെയൊക്കെ ഇതൊന്നും ബ്രീഡാവോ? ഞാൻ ഉണ്ടാക്കുന്ന ഒരു ഭാഗമൊന്നും ഇപ്പോൾ പെട്ടെന്നൊന്നും അറിയാമില്ല. ക്യാരറ്റ് ഭാഗം എല്ലാ നേരമായിട്ട് അത് വറക്കാതെ എന്നാലും വറക്കാവോ? ക്യാരറ്റ് നോക്കേണ്ടി വരുമോ? ഉണ്ടോ? ഞാനുണ്ടാവും. ഞാൻ ഉടക്കാം. ഉണ്ടാക്കാം. ഏതാണെന്ന് കാണാനില്ല. ബ്രീഡാണെന്ന് കാണാം ഗൈസ്. ഒരു ബ്രീഡായി ഇല്ലത്ര ഒന്നാണ്ട് വന്നിട്ടില്ല. ബ്രീഡായിരുന്നല്ലോ ഇപ്പം കണ്ടുള്ളൂ. വേറെ അതേ ബ്രീഡായി ഗൈസ്. ഞാൻ കറങ്ങി നടക്കും. കറങ്ങി നടക്കും. എന്ത് വരാത്ത എന്തോ വരാത്തങ്ങനെ തുറക്കണം. തുറന്നല്ലോ ഡിഎസിനുണ്ടോ കാണാൻ പറ്റുമോ? കുട്ടിയില്ലേ ഒന്നുണ്ട്. രാത്രി പറയാം. രാത്രി ആകുമ്പോൾ വേണ്ട ഇടാം. പിന്നെ ആ കമ്പോസ്റ്റിൻ്റെ മോളിൽ വെക്കുന്ന 2 പേരായോ? ഓക്കെ നടക്കുക. അയ്യോ രാത്രി കഴിഞ്ഞാൽ കുട്ടികൾ ഓക്കെ നടക്കാൻ പറ്റുമല്ലോ. കടന്നു കഴിഞ്ഞാൽ മുഞ്ചി ഇത്രയല്ല. കടന്നു കഴിഞ്ഞാൽ മുഞ്ചി ഭാഗ്യം ഉണ്ടെങ്കിൽ വില്ലേജൊക്കെ താഴെ വരും. കാരണം രാത്രി മൗസൊക്കെ വരും. അവിടെ ക്രീപ്പർ വരികയാണെങ്കിൽ എപ്പോഴാണ് ഇന്ന് വാർക്കണത് കാണാനായിട്ട് അവിടെ വെക്കണം തന്നെ. കഴിഞ്ഞ രാത്രികളൊക്കെ ഉണ്ട്. രൂപന്മാരെന്ത് കൊണ്ടുവരാത്ത ഞാൻ ഉണ്ടാക്കാനൊക്കെ വർക്കാവുന്നല്ലോ. പിന്നെ എന്തുപറ്റി വർക്കാവാത്തത്? ഹലോ ഒന്നും ഉണ്ടായില്ല. നിങ്ങൾ കിടന്നില്ലെങ്കിൽ ഞാൻ കിടന്നുണ്ട്. രാത്രി ഇപ്പോൾ ഒന്നും ഓട്ട് കളിക്കുക. അങ്ങനെയുണ്ടോ ഓട്ട് പറയുന്നുണ്ടോ? നിലത്തേക്ക് വീഴടെ എന്നോടെല്ലാം പറയണ നിലത്തേക്ക് വീഴുന്നു. ഒന്നും കൂടി ഇങ്ങോട്ട് കയറാം. ഞാനൊക്കെ എപ്പോഴും 2 ദിവസം കൂടെ കറങ്ങിയടിയാണല്ലോ. ഞാൻ എൻ്റെ ഉള്ളിൽ വെയിറ്റ് ചെയ്യാം. അങ്ങനെ വരുന്നവരെ എൻ്റെ ഉള്ളിൽ വെയിറ്റ് ചെയ്യാം. ഞാൻ വേണ്ടിയിട്ട് വെച്ചിട്ട് വില്ലേജ് വില്ലേജർ വന്നിട്ട് അല്ലെങ്കിൽ നമുക്ക് ഓടിക്കൊണ്ടിരിക്കും. നടക്കില്ലല്ലോ.
ഞാൻ ഉണ്ടാക്കി ഇതുവരെ ഉണ്ടാക്കിയ ഫാം സെറ്റ് ബ്രീഡർ ഇതായിട്ട് വറുക്കാണ്ടിരുന്നിട്ട് ഇത് വറക്കാൻ എന്താ ബുദ്ധിമുട്ട് കാണണല്ലോ. ഒന്ന് ഡോറ് വയ്ക്കേണ്ടി വരും. അത് കയറാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഡോറൊക്കെ നല്ലത് എഴുത്തില്ല. ഞങ്ങളിങ്ങനെ എന്നാ വയ്യക്കണം. ഇവിടെ പിള്ളേര് എടുക്കത്തെ പിള്ളേരാണല്ലോ. വേഗം അതിൻ്റെ ഉള്ളിൽ കയറും, അതിൻ്റെ ഉള്ളിൽ കയറും. വേഗം പോ. എന്തൊരു പ്രശ്നമാണ്. ഓക്കെ, അവൻ പോയി. ഉള്ളിൽ കയറാം. ഇപ്പം എന്തോടെ ഉള്ളിൽ കയറാത്ത എടാ പ്ലീസ് ഇതൊന്ന് കയറ്റിയിട്ട് കാണാം കഴിച്ച് അങ്ങനെ ഫൈനലി 2 ലേസ് ഇവിടെ വന്നിട്ടുണ്ട്. അങ്ങനെ 2 ലേസ് ഇവിടെ വന്നിട്ടുണ്ട്. 2 ലേസ് ഇനി ഇതിനോട് സോണാത്തില്ല. ഒന്നെങ്കിൽ ഞാൻ ഇതിൻ്റെ ഉള്ളിൽ കൊണ്ടുപോയി അത് പിന്നെയും ബ്രീഡ് ആയിരിക്കും. അല്ലെങ്കിൽ ഇവിടെ തന്നെ വെക്കുമാരി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒക്കെ അവസാനിച്ചു. ഇന്നത്തെ ടാസ്കുകളൊക്കെ കംപ്ലീറ്റ് ചെയ്തു. നമുക്കിനി അടുത്ത എപ്പിസോഡിൽ കാണാം. ഗൈസ്, ഞാൻ ബ്രീഡ് ഉണ്ടാക്കി. പിന്നെ അത് വർക്കുണ്ട്, പക്ഷെ വില്ലേജസ് അടിക്ക് വരുന്നില്ല. എന്താണ് പ്രശ്നം എന്നറിയില്ല. അടുത്ത എപ്പിസോഡിൽ നോക്കി വയ്ക്കാം. അപ്പോൾ ഈ വീഡിയോ കാണുന്ന എല്ലാ മച്ചാന്മാരും പ്ലീസ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല കൂട്ടുകാരെ. അപ്പോൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണുന്നവരെ ബൈ ബൈ. ഗുഡ് നൈറ്റ് ഫ്രണ്ട്സ്.